സിഒഎയുടെ 14ാമത് സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് കൊടിയിറങ്ങും. മാധ്യമരംഗത്തെ കുത്തകവൽക്കരണത്തിനെതിരെ ശക്തമായ പോരാട്ടത്തിനുള്ള തീരുമാനം ഉൾപ്പെടെ കൈക്കൊണ്ടാണ് ഇത്തവണത്തെ സമ്മേളനം പടിയിറങ്ങുന്നത്. സിഒഎ ഭാരവാഹി തിരഞ്ഞെടുപ്പും ഇന്ന് നടക്കും. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും റിയാസ് KMR ചേരുന്നു. റിയാസ്, സിഒഎയുടെ 14ാമത് സംസ്ഥാന സമ്മേളനത്തിനാണ് ഇന്ന് കൊടിയിറങ്ങുന്നത്. കൂടാതെ തന്നെ സിഒഎ ഭാരവാഹി തിരഞ്ഞെടുപ്പും ഇന്ന് നടക്കും. എപ്പോഴാണ് ഈ ഭാരവാഹി തിരഞ്ഞെടുപ്പ് നടക്കുന്നത്? വാർത്തയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വൃന്ദ, എന്തായാലും സിഒഎ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനത്തിൻ്റെ 2ാം ദിവസം, അതായത് ഈ സംസ്ഥാന സമ്മേളനത്തിൻ്റെ 3ാം ദിവസം, പ്രതിനിധി സമ്മേളനത്തിൻ്റെ 2ാം ദിവസം അതിൻ്റെ നടപടിക്രമങ്ങൾ അല്പസമയത്തിനകം എൻ്റെ തൊട്ടുപിറകിലുള്ള കണ്ടംകുളം ജൂബിലി ഹാളിൽ, കണ്ടംകുളം മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്മാരക ജൂബിലി ഹാളിൽ തുടങ്ങും. ഇന്നലെ രാവിലെയാണ് ഇതേ നഗരിയിൽ സിഒഎ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദീഖ് പ്രതിനിധി സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പതാക ഉയർത്തിയത്. അതിൻ്റെ തൊട്ട് തലേ ദിവസം കോഴിക്കോട് ബീച്ചിൽ വലിയ ഒരു പൊതുസമ്മേളനം നടന്നിരുന്നു. ഒപ്പം തന്നെ കോഴിക്കോട് നഗരത്തിൽ സിഒഎയുടെ കരുത്ത് തെളിയിച്ച ഒരു ഗംഭീരമായ ഒരു സാംസ്കാരിക ഘോഷയാത്ര നടക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത് അന്ന് ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് തുടങ്ങി കോഴിക്കോട് ബീച്ചിലേക്ക് എത്തുമ്പോൾ ആ ജാഥയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഉള്ള നീളം മാത്രം 2.5 കിലോമീറ്ററാണ് ഒരു ജാഥയുടെ നീളം. അത്രയും കരുത്തറിയിച്ച രീതിയിലൊരു സാംസ്കാരിക ഘോഷയാത്ര നടത്താൻ സിഒഎക്ക് സാധിക്കുന്നു. പിന്നീട് വലിയ പങ്കാളിത്തത്തോടുകൂടി ഒരു പൊതുസമ്മേളനം കോഴിക്കോട് കടപ്പുറത്ത് ചരിത്രം രചിച്ചുകൊണ്ട് നടത്താൻ സിഒഎക്ക് സാധിച്ചു. അതിന് പിന്നാലെയാണ് ഇന്നലെ രാവിലെ മുതൽ ഇവിടെ പ്രതിനിധി സമ്മേളനം തുടങ്ങിയത്. മുൻ മന്ത്രിയും പേരാമ്പ്ര MLA TP രാമകൃഷ്ണനാണ് ആ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. എന്തായാലും ഈ മാധ്യമരംഗത്തെ കോർപ്പറേറ്റ് വൽക്കരണം, ഒപ്പം തന്നെ ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാർ നേരിടുന്ന വലിയ വെല്ലുവിളികൾ, പ്രതിസന്ധികൾ എല്ലാം തന്നെ ഈ പ്രതിനിധി സമ്മേളനത്തിൽ ചർച്ചയായി. മാത്രമല്ല, ഇത്തരം കാര്യങ്ങളിൽ സ്വീകരിക്കേണ്ട നയനിലപാടുകൾ എന്തായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഗ്രൂപ്പായി ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ പ്രതിനിധി സമ്മേളനത്തിൽ ഉണ്ടായത്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഇനിയും അങ്ങോട്ടുള്ള നിലപാടുകൾ, നയങ്ങൾ അത് ഏത് രീതിയിലാകണം, പ്രത്യേകിച്ച് കോർപ്പറേറ്റുകൾക്കെതിരെ ജനകീയ നിലപാട് അതെന്നും സ്ഥായിയായി തന്നെ നിലനിർത്തിക്കൊണ്ടാണ് സിഒഎ മുന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെ ഈ പോസ്റ്റിൻ്റെ പേരിൽ KSEBയിലെ ചില ഉദ്യോഗസ്ഥർ കേബിൾ TV ഓപ്പറേറ്റർമാരെ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരമൊരു പ്രശ്നത്തിന് എങ്ങനെ തടയിടാം തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ ചർച്ച ഇന്നത്തെ ഈ പ്രതിനിധി സമ്മേളനത്തിൻ്റെ 2ാം ദിവസവും തുടരും. അതിൻ്റെ ചർച്ച രാവിലെ 9:30 മുതലാണ് വീണ്ടും തുടരുക. അത് 12 മണി വരെ നീളും. 12 മണിക്ക് മറുപടി പറയും. പിന്നീട് ഉച്ചയ്ക്ക് ശേഷമാണ് 2:30 ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അവതരണം നടക്കും. പിന്നീട് 3 മണിക്ക് ശേഷമായിരിക്കും പുതിയ സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടക്കുക. അതിനുശേഷം 4 മണിയോടുകൂടി ഈ ഒരു സമ്മേളനത്തിന് സമാപനം കുറിച്ചുകൊണ്ട് പുതിയ തെരഞ്ഞെടുക്കപ്പെടുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി ഈ സമ്മേളനത്തിന് നന്ദി പറയുന്നതോടുകൂടി ഈ സമ്മേളനത്തിൻ്റെ നടപടിക്രമങ്ങൾ അവസാനിക്കും എന്നുള്ളതാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, 22 വർഷം മുൻപാണ് ഇതിനു മുൻപ് കോഴിക്കോട് സിഒഎയുടെ സംസ്ഥാന സമ്മേളനം നടന്നത്. അത് സിഒഎയുടെ 3ാമത് സംസ്ഥാന സമ്മേളനമായിരുന്നു. സിഒഎ എന്ന് പറയുന്ന സംഘടനയ്ക്ക് ദിശാസൂചിക നൽകാൻ കൃത്യമായ ഒരു നിലപാട്, നയം രൂപീകരിച്ചത് ആ കോഴിക്കോട് പുതിയറ SK പൊറ്റക്കാട് ഹാളിൽ നടന്ന ആ 3ാമത് സംസ്ഥാന സമ്മേളനമായിരുന്നു എന്നുള്ളത് ഒരു ചരിത്രമാണ്. അന്ന് ചരിത്രം രചിച്ച കോഴിക്കോട് സമ്മേളനത്തിന് ശേഷം ഇതാ വീണ്ടും മറ്റൊരു സമ്മേളനം 22 വർഷങ്ങൾക്ക് ശേഷം കോഴിക്കോട് എത്തുമ്പോൾ ഇതും വലിയൊരു പുതുചരിത്രമായി തീർക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് സംഘാടകർ. ഇത് എന്തായാലും ഇപ്പോൾ തന്നെ അത് ചരിത്രമായി കഴിഞ്ഞു. കാരണം ഈ ഒരു സമ്മേളനത്തിൻ്റെ വലിയ പങ്കാളിത്തം കൊണ്ട്, സംഘാടന മികവ് കൊണ്ടെല്ലാം തന്നെ ചരിത്രം സൃഷ്ടിച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ പുതിയ സമര പോരാട്ടങ്ങളിൽ, നയരൂപീകരണങ്ങളിലൊക്കെ വലിയ ചരിത്രം സൃഷ്ടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്നത്തെ ഈ പ്രതിനിധികളും ഉള്ളത്. വൃന്ദ, വ്യക്തമാണ്. 3 ദിവസത്തെ വിപുലമായ പരിപാടിക്കൊടുവിൽ സിഒഎയുടെ 14ാമത് സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് കൊടിയിറങ്ങും. സിഒഎ ഭാരവാഹി തിരഞ്ഞെടുപ്പും ഇന്ന് നടക്കും. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും റിയാസ് KMR.